ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ച ഒരു വലിയ കലാകാരനാണ് ധ്യാൻ ശ്രീനിവാസ് എന്ന് പറയുന്ന നടൻ. എല്ലാവർക്കും അറിയാം, ഒരുപാട് സിനിമകളിൽ നായകനായെത്തുന്നു, സിനിമകൾ വരുന്നു. ഒരു വർഷം തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഇറക്കിയിട്ടുള്ള ഒരു റെക്കോർഡ് കൂടി ഇദ്ദേഹത്തിന് കിട്ടുമായിരിക്കും. കാരണം അത്രയും സിനിമകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമകൾക്കൊന്നും വലിയ ക്വാളിറ്റി ഉണ്ടാവാറില്ല. ആ സിനിമകളൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറില്ല. ആ സിനിമകളൊക്കെ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ വേണ്ട രീതിയിൽ എത്തിയിട്ട് പോലുമില്ല എന്ന് വേണം പറയാൻ. അത് പക്ഷേ ഇന്ന് ഇറങ്ങിയിട്ടുള്ള ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസിന്റെ സിനിമ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ സിനിമ വലിയ വിജയമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം. ഒരു ഹൈപ്പും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നു. ആ ട്രെയിലർ കണ്ട എല്ലാവരും ഈ സിനിമ വലിയൊരു വിജയമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം ആ ഒരു സിനിമയുടെ ട്രെയിലർ അത്രയേറെ ആകാംക്ഷയും പ്രതീക്ഷയും നൽകുന്ന ട്രെയിലർ തന്നെയായിരുന്നു. കാരണം അതുവരെ കണ്ടു മടുത്തിട്ടുള്ള ധ്യാൻ ശ്രീനിവാസിനെ എല്ലാ സിനിമയിലും കാണാൻ പറ്റുന്നത്, അതായത് നാട്ടിന് പുറവും നാടിന്റെ ഭംഗിയും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു കിടിലൻ ട്രെയിലർ. അതായത് നമ്മൾ കുഞ്ഞിരാമായണം, അതുപോലെ തന്നെ ഈ പറയുന്ന മിന്നൽ മുരളി, അങ്ങനെയുള്ള സിനിമകൾ, അതായത് നാട്ടിൻപുറം മാത്രം കാണിക്കുന്ന സിനിമകളുണ്ടല്ലോ, അതേപോലത്തെ ഒരു സിനിമയായിരിക്കും ഇത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് ചെറിയ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് പിന്നീട് വലിയൊരു കേസിലേക്ക് പോകുന്നതും, അതുപോലെ തന്നെ ആ നാട് ഇന്നേ വരെ കാണാത്ത കുറച്ച് കാര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ സിനിമ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആ ട്രെയിലർ കണ്ട എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അതായത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ ബാനറിൽ സോഫിയ ബോളാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. അതായത് ബാംഗ്ലൂർ ഡേയ്സ്, മിന്നൽ മുരളി, അതുപോലെ തന്നെ RDX എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ എടുത്തിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ, അതായത് സോഫിയ ബോൾ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വെറുതെ എന്തായാലും ആ ലിസ്റ്റിലേക്ക് ഒരു കണ്ണ് കെട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു സിനിമ എന്തായാലും എടുത്തു വെക്കില്ല. ആ ഒരു ലിസ്റ്റിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ തവണയും എടുത്തു വെച്ചിട്ടുണ്ടാവുക. ഞാൻ എന്തായാലും ഒരുപാട് സിനിമകൾ ആദ്യ ഷോ കാണാൻ വേണ്ടി പോകുന്ന ആളാണ്. അതായത് റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ആദ്യ ഷോ തന്നെ കാണാറുണ്ട്. പക്ഷേ ഇന്ന് വരെ ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു സിനിമ പോലും ആദ്യ ദിവസം ആദ്യ ഷോ കാണാൻ പോകാറില്ല. അപ്പൊ എന്തായാലും ഈ സിനിമ ആദ്യ ഷോ തന്നെ കാണാൻ പോകുന്നുണ്ട്. പോയി വന്നതിന് ശേഷം എന്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.